എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസീം മുനീർ ഇപ്പോൾ എവിടെയാണ്? ഏപ്രിൽ 22 പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് 23-ാം തീയതി അസീം മുനീർ മിസ്സായതാണ്. അതിനുശേഷം ഇന്നേ വരെ ഒരു സ്ഥലത്തും അസീം മുനീറിനെ കാണാനില്ല. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ഒഫീഷ്യലി യുദ്ധം പ്രഖ്യാപിക്കും എന്നൊരു ഘട്ടമിരിക്കെ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ക്രൂഷ്യൽ ഒരു സിറ്റുവേഷനിൽ അസീം മുനീറിനെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കാണാനില്ല. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത്, പാകിസ്ഥാനിലെ മീഡിയയൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, റാവൽപിണ്ടിയുള്ള ബങ്കറിലാണുള്ളത്. ചില ആൾക്കാർ പറഞ്ഞു അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ എന്തായാലും പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കും, ഒരു സൈനിക നടപടിയിലൂടെ പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കും എന്നറിയാം. അതുകൊണ്ട് പാകിസ്ഥാനിലെ പട്ടാളത്തിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ വിദേശത്തോട്ട് കടന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഡോൺ എന്ന പത്രം, അതായത് അവിടുത്തെ ഏറ്റവും വലിയ പത്രമാണ്, അതുപോലും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തിനേയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പോലും എന്താ പറയുക മൂലക്കുരുവിൻ്റെ അസുഖമായിട്ട് ഹോസ്പിറ്റൽ ആണ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ രോഗം എന്താണ് സ്ഥിരീകരിച്ചില്ല. ചില ആൾക്കാർ പറയുന്നത് മൂലക്കുരുവാണെന്ന്, ചില ആൾക്കാർ പറയുന്നത് ഹേർട്ട് ഡിസീസ് ആണെന്നില്ല, അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും പാകിസ്ഥാൻ്റെ ടോപ്പിലിരിക്കുന്ന പൊളിറ്റിക്കലായിക്കോട്ടെ, ഈ ആർമിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെ എല്ലാം ഇപ്പം രാജ്യം വിടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇപ്പം ഈ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാൻ. അതായത് സൈനിക മേധാവി തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ പാകിസ്ഥാനിലെ ചില പത്രങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് സാഹിർ ഷഹീൻ മിർസ എന്ന് പറയുന്ന ഒരാൾ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി ചുമതല ഏൽക്കാൻ പോവുകയാണെന്ന്. അത് ഒഫീഷ്യലല്ല, പക്ഷേ ചില മിക്ക പത്രങ്ങളും പാകിസ്ഥാനിലെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ്റോ ആർമിയോ ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് അതിനർത്ഥം ഈ അസീം മുനീർ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ തടവിലാണോ എന്നും, പിന്നെ ചില അതായത് പാകിസ്ഥാൻ പട്ടാളം തന്നെ ഇയാൾ വെടിവെച്ച് കൊന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനാസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എന്താ പറയുക, ഈ അസീം മുനീറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 2000 ചില്ലാനം കോടി രൂപ UK അയച്ചിരുന്നു, HSBC ബാങ്കിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് അയച്ച റിസീവർ അക്കൗണ്ടിൻ്റെ ഫോൺ നമ്പർ, അവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ ഒരു ടെമ്പററി ഫോൺ നമ്പറാണ്, UK എടുത്ത ഒരു ടെമ്പററി ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ അസീം മുനീറിൻ്റെ മകളുടെ നമ്പറാണ്. അസീം മുനീർ 3 മക്കളാണ്. അപ്പോൾ അവർ ഭാര്യയും മക്കളും ഇപ്പോൾ UK അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം അതായത് അസീം മുനീർ അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനും പാകിസ്ഥാൻ പട്ടാളത്തിനൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായവും ലോകബാങ്ക്, IMF അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ പൈസയ്ക്ക് ഇവന്മാർ കുറേ എന്താ പറയുക കട്ടുമുടിച്ച് വിദേശത്തോട്ട് കടത്തേണ്ട പരിപാടിയാണ്. അപ്പോൾ അസീം മുനീറിൻ്റെ ഒരു ആഗ്രഹം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പട്ടാള അട്ടിമറി നടത്തിയിട്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാവുക. പാകിസ്ഥാൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിലോ 1958 അയ്യൂബ് ഖാൻ അത് പട്ടാള ചീഫായിരുന്നു, പിന്നെ പ്രധാനമന്ത്രിയായി. പിന്നെ 77 സിയാഉൽ ഹക്ക് ആർമി ചീഫായിരുന്നു, പിന്നെ പ്രധാനമന്ത്രി. അങ്ങനെ എന്താ പറയുക, ഈ അടുത്ത കാലത്ത് 90-99 ആ കാലഘട്ടത്തിൽ പർവേസ് മുഷറഫ് കാർഗിൽ വാറിൻ്റെ സമയത്തൊക്കെ അതിനുശേഷം അവിടുത്തെ PM ആയി നവാസ് ഷെരീഫിനൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അന്നുണ്ടായ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ ബ്രദറാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അപ്പോൾ ഈ എന്താ പറയേണ്ടത്, നവാസ് ഷെരീഫ് വ്യക്തമായ ഒരു നിർദ്ദേശം, ഒരു അഡ്വൈസ് നൽകിയിട്ടുണ്ടായിരുന്നു ഷഹബാസ് ഷെരീഫിനെ. അതായത് അസീം മുനീറിനെ ശ്രദ്ധിക്കണം, അസീം മുനീറിൻ്റെ പോക്ക് അതായത് മുമ്പ് എന്താ പറയുക പർവേസ് മുഷറഫ് കാണിച്ച മാതിരി പട്ടാള അട്ടിമറിയിലൂടെ, അതായത് ഇന്ത്യ ആയിട്ട് ഒരു യുദ്ധം ചെയ്തിട്ട്, അതായത് ഇപ്പം അദ്ദേഹം ഇത് വിടാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഇത് കഴിയാറായി, ഏകദേശം ഇനി 1 വർഷം കൂടെ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ഇന്ത്യക്കെതിരെ, അതായത് ഞാൻ ഇന്ത്യക്കെതിരെ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടി എന്നൊരു വീരപരിവേഷത്തോടു കൂടെ പുറത്തിറങ്ങണം. അതിന് മുന്നേ ഒരു പട്ടാള അട്ടിമറിയുടെ ഭരണം പിടിച്ചെടുക്കാനാണ് അസീം മുനീർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനും പാകിസ്ഥാൻ പട്ടാളത്തിനൊക്കെ വരുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിദേശ രാജ്യങ്ങൾ, IMF, വേൾഡ് ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് സഹായങ്ങൾ പൈസയ്ക്ക് അടിച്ചുമായിട്ട് വിദേശത്ത് എന്താ പറയുക കൊണ്ടിടുകയാണ്. UK ഓൾറെഡി 2 വീടുണ്ട്, അതായത് ഈ അസീം മുനീർ 2 വീടുണ്ടെന്നാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താ പറയുക നവാസ് ഷെരീഫ് വ്യക്തമായി നിർദ്ദേശം നൽകിയത് ഇവനെ ശ്രദ്ധിക്കണം, ഇവൻ എപ്പോഴാണ് എന്താ പറയുക ഇവൻ്റെ പോക്ക് അങ്ങോട്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലമായിട്ട് നിരീക്ഷിച്ച് വരികയായിരുന്നു ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ അസീം മുനീറിനെ എന്താ പറയുക അസീം മുനീറിൻ്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം ശ്രദ്ധിച്ച് വരികയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാകിസ്ഥാൻ പട്ടാളം എന്താ പറയുക ഇവൻ്റെ ഈ നീക്കം മുന്നിൽ കണ്ടിട്ട് പാകിസ്ഥാൻ എന്താ പറയുക പട്ടാളം തന്നെ അവൻ വെടിവെച്ച് കൊന്നുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇവരുടെ ഇടയിലുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ. ഈ ആർമി എന്താ പറയുക സാധാരണ എല്ലാ രാജ്യവും പറയാം ഒരു രാജ്യത്തിന് ഞങ്ങൾക്ക് ഒരു ആർമി ഉണ്ടെന്നാണ്, പക്ഷേ പാകിസ്ഥാൻ കേസ് നേരെ ഡിഫറൻ്റ് ആണ്. അതായത് ഒരു ആർമിക്ക് എന്താ പറയുക ഒരു രാജ്യമുണ്ട് എന്ന തരത്തിലാണ് അവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ എന്താ പറയേണ്ടത് ആർമിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. അപ്പോൾ പൊളിറ്റീഷ്യൻ എന്താ പറയുക രാജ്യം എന്ത് തീരുമാനം എടുക്കുന്നത് എല്ലാം ആർമി ഡിപ്പെൻഡ് ചെയ്യും. ആർമിക്കാരാണ് ആർമിയുടെ തലപ്പത്തിരിക്കുന്നവരാണ് എല്ലാ ഡിസിഷനും എടുക്കുന്നത്. പക്ഷേ അതൊക്കെ മുന്നിൽ കണ്ട് അത് മുളയിലെ നുള്ളാൻ വേണ്ടിയിട്ടാണ് ഷഹബാസ് ഷെരീഫ് എന്താ പറയുക പട്ടാളത്തിൻ്റെ ചില ആൾക്കാർ ഉപയോഗിച്ച് ഈ പട്ടാളത്തിൽ അസീം മുനീറിനെതിരെയുള്ള ആൾക്കാർക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അവരെ തടങ്കലാക്കുകയും ഇപ്പോൾ വെടിവെച്ച് കൊന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒഫീഷ്യൽ കൺഫേം ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയിലാണ് എന്താ പറയുക നേരത്തെ പറഞ്ഞ മാതിരി HSBCയുടെ അക്കൗണ്ട് UK 2000 കോടി അസീം മുനീർ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളൊരു സൈന്യം തന്നെ ആ ട്രാൻസ്ഫർ ചെയ്ത് ഫുൾ എന്താ പറയുക ഇത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അതായത് ഈ പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവിടുത്തെ ഭരണകക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ്. അപ്പോൾ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ്, അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി. അപ്പോൾ
ഇപ്പോൾ അവിടുത്തെ ഭരണപക്ഷി തന്നെ, അതായത് ഷെഹബാസ് ഷെരീഫിൻ്റെ പാർട്ടി തന്നെ അസീം മുനീറിൻ്റെ എന്താ പറയുക യു കെയിലുള്ള ഭാര്യയെ 3 മക്കളെയും എന്താ പറയുക ഇന്ത്യൻ അജ്ഞാതന്മാർക്ക് ഒറ്റിക്കൊടുത്തു എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാര്യയും 3 മക്കളും അജ്ഞാതൻ്റെ കസ്റ്റഡിയിലാണ്. അജ്ഞാതൻ ആരാണെന്നറിയില്ല. അപ്പോൾ ഇന്ത്യ പല വീടും, അതായത് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് ഒഫീഷ്യലി യുദ്ധം തുടങ്ങിയില്ല, പക്ഷേ അതിന് മുന്നേ തന്നെ ഇപ്പം ബലൂജ് ലിബറേഷൻ ആർമി, അതായത് ഇന്ത്യ ഇപ്പം പാകിസ്ഥാൻ ഇപ്പോൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ അറ്റാക്ക് ചെയ്യുക, ഇന്ത്യ ഡ്രോൺ അറ്റാക്ക് ചെയ്യുക, ഇന്ത്യൻ്റെ എന്താ പറയുക ഇന്ത്യ അയക്കുന്ന കാര്യങ്ങളൊക്കെ ഡിഫ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം നോക്കിയിട്ട് ബലൂജ് ലിബറേഷൻ ആർമി നല്ലോണം പണിയുന്നുണ്ട്. അപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ എന്താ പറയുക അവർക്ക് ടെക്നിക്കൽ സഹായം, പൈസ, ആംസൺ ഇത് എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം അപ്പോൾ ഇന്ത്യ സ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ എത്രത്തോളം അതേ രീതിയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ശത്രുക്കളുടെ ശത്രു എന്ന് പറയുന്നത് മറ്റൊരു വഴിയിൽ കൂടെ ഈ ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്തു. അപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഓൾമോസ്റ്റ് 80% ബലൂജ് കീഴടക്കി, ഞങ്ങൾക്കിനി വേറെ രാജ്യം വേണം, UN ഒക്കെ അംഗീകരിക്കണം, പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന അംബാസഡർ, ബലൂജിൻ്റെ അംബാസഡർ ഡൽഹിയിൽ വെക്കണം എന്നൊക്കെ ഇല്ല പ്രസ്താവന അവർ ആൾക്കാർ നടത്തിയിരുന്നു. അപ്പോൾ വരും ദിവസങ്ങൾ എന്തായാലും ഈ ബലൂജ് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒഫീഷ്യലി പ്രഖ്യാപിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്താ പറയുക ആ ഒരു സമയത്ത് തന്നെയാണ് ഇന്ത്യയും എന്താ പറയുക ഇത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്തിട്ട് പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും പാകിസ്ഥാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ ഭരണകക്ഷി തന്നെ അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ എന്താ പറയുക തലവൻ്റെ ഭാര്യ യു കെയിലുള്ള ഭാര്യ മക്കളേക്ക് ഒറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങിയേറുമ്പോൾ ഇന്ത്യയും ചില അജ്ഞാതന്മാരെ വെച്ചിട്ട് പല കളികളും കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2000 കോടി എന്തിനാണ് യു കെയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്? അപ്പോൾ ആ വിവരങ്ങളൊക്കെ അതായത് അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അടക്കം എല്ലാ ഡീറ്റെയിൽസും ഈ പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ അതായത് ഭരണകക്ഷിയും ഈ അസീം മുനീർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താ പറയുക പാകിസ്ഥാൻ പട്ടാളം ഇദ്ദേഹത്തിന് തട്ടിക്കളഞ്ഞു എന്ന് പോലും സംശയമുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇദ്ദേഹം പുറത്ത് കാണില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ അജ്ഞാതന്മാർ ഇപ്പോഴും പാകിസ്ഥാനിലൂടെ എന്താ പറയുക എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളിപ്പം ഈ വാറിൻ്റെ ന്യൂസ് വരുന്നതുകൊണ്ട് അധികം ഇങ്ങനെ അറിയുന്നില്ല. അപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കും ഈ ഫാമിലി, ഭാര്യയും 3 മക്കളും അജ്ഞാതൻ്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ അജ്ഞാതൻ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ, അതായത് അജ്ഞാതൻ്റെ നിർദ്ദേശപ്രകാരമാണോ അസീം മുനീർ എന്താ പറയുക 2000 കോടി രൂപ അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തതും എന്നും എന്താ പറയുക സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അസീം മുനീർ ഏതെങ്കിലും തരത്തിലൂടെ നീക്കം നടത്താൻ, അതായത് നീക്കം എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ പണം ആവശ്യമാണല്ലോ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ, അതായത് സൈന്യത്തിന് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പൊളിറ്റിക്കൽ അട്ടിമറി നടത്താൻ പോകുമ്പോൾ പണം ആവശ്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്താ പറയുക അത്തരത്തിലെ മുനകൾ ഒടിക്കാൻ വേണ്ടിയിട്ടാണോ അജ്ഞാതൻ ഇവരെ തടങ്കൽ വെച്ചതും എന്താ പറയുക 2000 കോടി രൂപ ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാകാം. അപ്പോൾ എന്തായാലും ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് ഈ അസീം മുനീറാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. അതായത് താൻ ഈ എന്താ പറയുക പട്ടാള ഇതിന്ന് ഒഴിയുന്നതിന് മുന്നേ, തൻ്റെ ഡ്യൂട്ടി കഴിയുന്നതിന് മുന്നേ തന്നെ ഇന്ത്യക്കെതിരെ വലിയൊരു സംഭവം അഴിച്ചു വിട്ടിട്ട് അതിൻ്റെ ഒരു വീരപരിവേഷത്തോടു കൂടി പുറത്തിറങ്ങുമെന്നാണ് ആശാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ കമാൻഡോ ആയ ഹഷിം മൂസയാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. കമാൻഡോ ആയി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെയാണ് എന്താ പറയുക ഈ അസീം മുനീർ ഇവരോടൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു അറ്റാക്ക് പ്ലാൻ ചെയ്തത്. അതായത് കശ്മീർ എന്ന് പറഞ്ഞാൽ അത് ഓവർസീസ് പാകിസ്ഥാനിലെ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞാണ് കശ്മീർ നമ്മളെ ജുഗ്ലാർ വെയിനാണ്, കഴുത്തിൽ നരമ്പാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രൊവോക്കേറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് എന്താ പറയുക വലിയ അവിടെ ഒരു PM എന്താ പറയുക പട്ടാള ടീമിലൂടെ PM ഇതിലോട്ട് വരാൻ തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് എന്താ പറയുക സൈന്യം തടങ്കിൽ വെക്കുന്നതും അബ്സ്കോണ്ട് ആവുന്നതെന്ന് വെച്ചാൽ ബങ്കറിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ചിലരുടെ തട്ടിക്കളഞ്ഞു എന്ന് പറയാം. നമുക്ക് പിന്നെ പുറത്ത് വരുമായിരിക്കും അതിൻ്റെ വാർത്തകളൊക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും ഈ UK യിലുള്ള അസീം മുനീറിൻ്റെ ഭാര്യയും 3 മക്കളെയും അജ്ഞാതൻ്റെ കസ്റ്റഡിയിലാണ്. ആ അജ്ഞാതൻ്റെ നിർദ്ദേശപ്രകാരമാണ് അസീം മുനീർ ഏകദേശം 2000 കോടി രൂപ HSBC അക്കൗണ്ടിലോട്ട് UK യിലുള്ള അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തത് എന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് തന്നെയാലും അത് സത്യമാവട്ടെ, അതിൻ്റെ കളികൾ, അതിൻ്റെ ഇമ്പാക്റ്റ് വരും ദിവസങ്ങൾ എന്തായാലും പുറത്തു വരും. അത് എത്രത്തോളം എന്താണ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യമാണെന്നുള്ള വിശദാംശങ്ങൾ അടുത്ത ദിവസം തന്നെ പുറത്തു വരും. അപ്പോൾ നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.